ഹലോ, ആദീസ് പെറ്റ്സ് മീഡിയയുടെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ടയാണ്. അപ്പോൾ നമ്മളിന്ന് വന്നേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ലൈനിലുള്ള ജർമ്മൻ ഷെപ്പേർഡിനെ പരിചയപ്പെടുത്താനാണ്. ബ്രോ പറഞ്ഞു. ഇത് എൻ്റെ ഉള്ളൊരു വർക്കിംഗ് ലൈൻ ജർമ്മൻ ഷെപ്പേർഡ്. അത് ബ്രോയുടെ പേര് പറ. എൻ്റെ പേര് ഏബിൾ എന്നാണ്. പത്തനംതിട്ടയാണ് വീട്. ഓക്കെ. കെനൽ ഉണ്ട്. കെനലുള്ളതാണ്. കെനൽ രജിസ്റ്റർ ആണോ? അല്ല, രജിസ്റ്റേർഡ് അല്ല. ഓക്കെ. ആഗ്രഹം കാരണം വളർത്തുന്നത്. രാം സ്റ്റാഫും ഉണ്ട്, ജാക്ക് റസലുണ്ട്. പിന്നെ ഇപ്പോൾ എടുത്ത ഒരു വർക്കിംഗ് ലൈനിലെ ഒരു ജർമ്മൻ ഷെപ്പേർഡ് ആണ്. അതെ. കാര്യം പറഞ്ഞു. ഇവിടെ പേരെന്താണ്? ഇവരുടെ പേര് റൂത്ത് എന്നാണ്. റൂത്ത്. ഓക്കെ. എവിടെ നിന്ന് എടുത്തേ? ഇതിനാണെങ്കിൽ ഞാൻ തൃശ്ശൂർ ഒരു കെനലിൽ നിന്ന് എടുത്തേക്കും. തൃശ്ശൂർ ഒരു കെനലിൽ നിന്ന്. ഓക്കെ ഓക്കെ. എത്ര വയസ്സുണ്ട് ഇപ്പോൾ ഇവർക്ക്? ഇവയ്ക്ക് ഇപ്പോൾ ഒരു വയസ്സും 8 മാസമായി. 8 മാസമായിട്ടുണ്ട്. അപ്പോൾ ഇവളുടെ ഒരു ലിറ്റർ നമ്മൾ ഇവിടെ വീണിട്ടുണ്ട്. അപ്പോൾ അത് പരിചയപ്പെടുത്താൻ കൂടിയാണ് നമ്മൾ വന്നേക്കുന്നത് തന്നെ. അപ്പോൾ ആളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഫുൾ ബ്ലാക്കിൽ വർക്കിംഗ് ലൈനേജ് ഡോഗ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില DDR എന്ന് പറയും. ബട്ട് DDR ഇപ്പം വേൾഡിൽ ഇല്ലെന്നാണ് പറയപ്പെടുന്നത്. കറക്റ്റ് കാര്യങ്ങൾ അറിയത്തില്ല. അപ്പോൾ അറിയാവുന്നവരുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള വർക്കിംഗ് ബ്രീഡ് ഡോഗ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ട്രെയിൻഡ് ആണോ? അല്ല, ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. പിന്നെ ആളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗാർഡിങ് ഒക്കെ ആണെങ്കിൽ പക്കയായിട്ട് അല്ലയോ വർക്ക് ചെയ്ത്. അപ്പം ചോദിക്കും, ജർമ്മൻ ഷെപ്പേർഡ് നോർമൽ ഉണ്ടല്ലോ, വീട്ടിൽ ഗാർഡ് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് വർക്കിംഗ് ലൈനെന്ന് ചോദിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നമ്മുടെ ഇന്ത്യക്ക് പുറത്ത്, അതായത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക അതുപോലുള്ള അമേരിക്കൻ മിലിറ്ററിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള വർക്കിംഗ് ഡോഗ്സിനാണ് അവർ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെയാണ് ഷോ ഡോഗ്സിനെ എല്ലാവരും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. കാരണം ആളൊരു സമയം അടങ്ങിയിരിക്കത്തില്ല. അപ്പോൾ ഇതാണ് ഇവർ പ്രത്യേകം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവർ സേബിൾ കളർ, ഡാർക്ക് സേബിൾ, അതുപോലെ കുറേ കളറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ സെലക്ട് ചെയ്യാനുള്ള കാര്യം എന്തായിരുന്നു? ഈ ബ്രീഡ് എന്ന് പറയുന്നത് ഭയങ്കര എനർജറ്റിക് ആയതുകൊണ്ട് മാത്രമാണ്. പിന്നെ നല്ല അലർട്ടാണ്. പ്രൊട്ടക്ഷന് വേണ്ടി പറ്റിയ ഒരു ഡോഗാണ്. പ്രൊട്ടക്ഷൻ വർക്കിന് അടിപൊളിയാണ്. സ്നിഫിങ് എല്ലാ ജോബ്സിനും പറ്റിയ, എല്ലാത്തിനും പറ്റിയ നല്ലൊരു ഡോഗാണ്. ഓക്കെ ഓക്കെ. പോലീസ് വർക്കിന് എല്ലാം അടിപൊളിയായിട്ട്, എല്ലാ മിലിറ്ററിയില് എല്ലാ വർക്ക്, ഡിറ്റക്ഷൻ ഫോഴ്സിന്, സ്നിഫിങ്, ട്രാക്കിങ് എല്ലാത്തിനും യൂസ് ചെയ്യുന്ന ഡോഗാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എത്ര പപ്പീസ് ഉണ്ടായിരുന്നു? ഇപ്പം നിലവിൽ നമുക്ക് 4 പപ്പീസ് ഉണ്ട്. 4 പപ്പീസ് ഉണ്ട്. ഓക്കെ. സ്റ്റാർട്ട് എടുത്തു. അപ്പോൾ ഫാദർ ആരാ നമുക്ക് പുറകാലെ പറയാം. അപ്പോൾ ഫാദറിനെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാം അല്ലേ? ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ കാണിക്കാം. ഫാദർ പക്ഷേ ഇവിടെ അല്ല, ഹരിപ്പാടാണുള്ളത്. നമുക്ക് അവിടെ പോയിട്ട് വീഡിയോ എടുത്ത് അവിടെ കാണിക്കാം, ഇതിന്റെ ബാക്കിയായിട്ട് കാണിക്കാം. അപ്പോൾ ഇവളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് അയച്ചുവിട്ട് ഗാർഡിങ് ഒക്കെ ചെയ്യുന്ന ഒരു ഡോഗാണ്. തീർച്ചയായിട്ടും ആണ്. ഒരു വീട്ടിലൊക്കെ ഒരാൾ വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ. പിന്നെ ട്രെയിനിങ്ങിന്റെ ഒരു കുറവ് ഉണ്ട് നമ്മുടെ കയ്യിൽ. എത്ര മാസത്തിലാണ് ഇവിടെ കിട്ടുന്നത് നമ്മുടെ കയ്യിൽ? എനിക്കിപ്പോ 2 മാസമായപ്പോഴാണ് ഇവിടെ കിട്ടുന്നത്. പപ്പിയായിട്ട് കിട്ടിയാണ്. ഓക്കെ ഓക്കെ. പപ്പീസ് എല്ലാം ബ്ലാക്ക് അല്ലേ? ഫുൾ ബ്ലാക്ക് ആണ് പപ്പീസ് എല്ലാം വന്നേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നോക്കുന്ന സമയത്ത് ഇച്ചിരി ഒട്ടിയിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റർ ആയതുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ ഈ ബ്രീഡ് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ്. അതേസമയം പിന്നെ ഫുൾ സാധാ ജർമ്മൻ ഷെപ്പേർഡിന്റെ കൂട്ടുള്ള തടി വരും എന്നുള്ളത്. പക്ഷേ ജർമ്മൻ ഷെപ്പേർഡ് കാറ്റഗറി തന്നെയാണ്. ജർമ്മൻ ഷെപ്പേർഡുള്ള വേറൊരു കാറ്റഗറിയാണ് ഈ വർക്കിംഗ് ഡോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവര് എന്ന് പറഞ്ഞാൽ വളരെ അജ്ലറ്റിക് ആണ്. അതുപോലെ തന്നെ ഇവർ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കണ്ണിങ്ങും ഭയങ്കര ബുദ്ധിയുള്ള ഡോഗാണ്. ഇതുപോലത്തെ ഡോഗൊക്കെയാണ് നമ്മുടെ പോലീസ് ഫോഴ്സിലൊക്കെ സത്യം പറഞ്ഞാൽ വരേണ്ടത്. പിന്നെ ഇവരുടെ മെയിൻ്റെനൻസ് വളരെ കുറവാണ് അല്ലേ? വളരെ കുറവാണ്. ഓക്കെ. ഇവർക്ക് ഫുഡ് എന്താ കൊടുക്കുന്നത്? നോർമൽ ഫുഡേ ഉള്ളൂ. റൈസും അല്ല ഡ്രൈ ഫുഡ് കൊടുക്കുക. ഡ്രൈ ഫുഡ് എന്തോ അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ വലിയ ഇവർക്ക് വേണ്ടിയുള്ള അങ്ങനെയുള്ള ഫുഡുകളൊന്നും ആവശ്യമില്ല. സാധാരണക്കാർക്ക് വളർത്താൻ പറ്റുന്ന ഒരു ഡോഗാണ്. ഓക്കെ. നമുക്കൊരു കാര്യം ചെന്നാലും ഇവിടെ പപ്പീസിനെ കാണാം അല്ലേ? അപ്പോ എത്ര ദിവസമായി? ഇപ്പം ഇതിപ്പോ 50 days ആയിട്ടുണ്ട്. 50 days ആയിട്ടുണ്ട്. ഇവർക്ക് എന്താ ഫീഡ് കൊടുക്കുന്നത്? ഇപ്പൊ നമ്മള് റോയൽ കനാൻ കൊടുക്കുന്നുണ്ട്, കെനൽ ക്രീക്കും കൊടുക്കുന്നുണ്ട്. ഓഹോ. ഓക്കെ ഓക്കെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ആണ്. അതുപോലെ തന്നെ ഒന്നുകൂടെ പറയുന്നത് വർക്കിംഗ് ലൈൻ കാറ്റഗറിയിലുള്ള ഡോഗാണ്. അടങ്ങിയിരിക്കത്തില്ല, ഭയങ്കര എനർജറ്റിക് ആണ്. ഇപ്പൊ ഇവിടെ വന്ന സമയത്ത് എന്റെ ഷൂവിന്റെ ലേസ് കടിച്ചു പറിച്ച് ഒന്നും പറയണ്ട, ഞാൻ പിന്നെ ഒരു കണക്കിന് ഓടി രക്ഷപ്പെടുമായിരുന്നു. എന്റെ പാൻറ്റൊക്കെ കടിച്ചു പറിച്ചൊന്നും പറയണ്ട. അതേ കാണണ്ട, അടങ്ങിയിരിക്കത്തില്ല. നല്ല എല്ലാം മൂന്നും നല്ല ആക്റ്റീവ് ആണ്. അപ്പൊ ഈ സ്റ്റഡ് എടുത്തോണ്ട് പോയത് ഇതേ കണക്കാനായിരുന്നു അല്ലേ? ഡബിൾ ആയിരുന്നു. ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. സമുറായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ PSA ചാമ്പ്യൻ ആണ്. മറ്റേ നോർത്തിലുള്ള സുനിതാമാമിൻ്റെയിലുള്ള PSA ചെയ്യുന്ന സമുറായ് എന്ന് പറഞ്ഞ ഫുൾ ബ്ലാക്ക് ഒരു GSD ഉണ്ട്. കാരണം അതിന്റെ കുട്ടിയാണ് ഇവരുടെ ഫാദർ എന്ന് പറഞ്ഞ പേര്. അതിന്റെ പേര് കെസിൻ. അവനാണ് ഹരിപ്പാടുള്ളത്. അതിന്റെ ഓണറിന്റെ പേര്. ഓക്കെ ഓക്കെ. നമ്മളപ്പോ പുറകെ അങ്ങോട്ട് പോവാം, കാണിക്കാം. അപ്പൊ അതിന്റെ കുട്ടികളാണ്. അപ്പൊ അങ്ങനെ വരുന്ന വഴിക്ക് എന്ന് പറഞ്ഞാൽ സമുറായുടെ ഗ്രാൻഡ് സണ്ണും അതുപോലെ തന്നെ ഗ്രാൻഡ് ഡോട്ടേഴ്സും ആണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ ഓക്കെ. അപ്പൊ പീസ് എല്ലാം ബുക്കായോ? ഇല്ലല്ലോ? ഇല്ല. ഓക്കെ. അപ്പൊ ഹോൾഡ് ചെയ്യാൻ പ്ലാൻ വല്ലതും ഉണ്ടോ? മെയിൽ പപ്പിയെ ഹോൾഡ് ചെയ്യാനാണ്. ഓക്കെ. അപ്പൊ നമ്മള് ഇവരുടെ ഡ്രൈവും കാര്യങ്ങളും എല്ലാം പോകെ കാണിച്ചു തരാം. അപ്പൊ എങ്ങനെ ഡെലിവറി ഒക്കെ എടുത്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു കുഴപ്പമില്ല. ഡോഗ് ആയതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല, കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഒന്നുമില്ല.
പിന്നെ ഇതിനെ വളർത്താൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാറ്റഗറിയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവർക്ക് ഫീഡ് ഇപ്പോൾ എത്ര ടൈം കൊടുക്കുന്നത്? ഇവർക്ക് 3 നേരം ഞാൻ കൊടുക്കും. 3 നേരം. എന്തെങ്കിലും സ്പെഷ്യൽ ഫീഡ് വല്ലതും ഉണ്ടോ? സ്പെഷ്യൽ ഫീഡ് ഇല്ല. ഫീഡ് കൊടുക്കുവാണെങ്കിൽ താത്ത് വെച്ച് കൊടുക്കില്ല. അതിന്റെ ട്രേ ഉണ്ട്. ആ ട്രേ ലിഫ്റ്റ് ചെയ്ത് കാരണം കാല് ബെൻഡൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യും. പൊതുവെ ഇവർക്ക് അങ്ങനെ വരാറില്ല, കാരണം വർക്കിംഗ് ആയതുകൊണ്ട്. എന്നാലും നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളത്. നമ്മുടെ ഭാഗത്ത് ഒരു ഫോൾട്ട് വരാൻ പാടില്ല. അതെ അതെ. പിന്നെ വാക്സിനേറ്റഡ് ആണ്. ഡിവാമിങ് കഴിഞ്ഞു. വാക്സിനേറ്റഡ് ആണ്. അപ്പൊ നമ്പർ ഞാൻ കൂടെ കൊടുത്തേക്കാം. പപ്പിയെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുക. അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കാര്യം പറഞ്ഞാൽ ഇത് ചീപ്പ് റേറ്റിൽ ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കല്ലേ. കാരണം ചീപ്പ് റേറ്റിൽ കിട്ടുന്ന ഒരു ഡോഗ് ബ്രീഡ് അല്ല ഈ ജർമ്മൻ ഷെപ്പേർഡ്. അല്ല, വർക്കിംഗ് ലൈൻ സാധനം എന്ന് പറയുന്നത് വർക്കിംഗ് ലൈൻ GSD എനിക്ക് തോന്നുന്നില്ല ഇവിടെ ആരുടെയും ഇപ്പൊ നിലവിൽ 18 ലിറ്റർ ഉണ്ടോന്ന് തോന്നുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി സ്ലോപ്പിംഗ് ആംഗുലേഷനും ഒക്കെ ഉണ്ട്. ആ ചെക്ക് ലൈൻ ചെക്കോസ്ലോവാക്കിയൻ ലൈൻ വരുന്നതുകൊണ്ടാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം. നമുക്ക് കേട്ടുപരിചയം ഉള്ളതുകൊണ്ടാണ്. ഓക്കെ. സാധാ ജർമ്മൻ ഷെപ്പേർഡുമായിട്ട് ഇതിനെ ഒരിക്കലും കമ്പയർ ചെയ്യാനും പാടില്ല. കാരണം പലതും രണ്ട് ടൈപ്പാണ്. അത് ഷോ ബ്രീഡാണ്. അത് വർക്ക് ചെയ്യുന്നതിലും ഒരു മണിക്കൂർ കൂടുതലെങ്കിലും ഇവർ വർക്ക് ചെയ്യും. പിന്നെ ഇച്ചിരി ടെമ്പർമെന്റും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. ചെറുതിലെ മുതലേ അവർ കാണിച്ചു തുടങ്ങും. ഗാർഡിങ്ങിന് പെർഫെക്റ്റ് ആണ് അല്ലേ? പെർഫെക്റ്റ് ആണ്. ഗാർഡിങ് മാത്രമല്ല ഇവരുടെ പേരൻസ് ആണെങ്കിലും ആൻസിസ്റ്റേഴ്സിനെ നോക്കിയില്ല ഫുൾ ട്രെയിൻഡ് ആയതുകൊണ്ട് ഒരു പരിധി വരെ ഇവർക്ക് ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് കിട്ടും. ഓക്കെ ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ DDR പപ്പീസ്. DDR അല്ല, DDR ലൈൻ. ഓക്കെ. DDR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ. അത് സത്യം പറഞ്ഞാൽ പണ്ടായിരുന്നു, ഇപ്പൊ ഇല്ലെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ആ ലൈനാണ് ഇപ്പോഴും നമ്മൾ കീപ്പ് ചെയ്ത് പോകുന്നതാണ് പറയുന്നത്. ഓക്കെ ഓക്കെ. അതൊരു സ്റ്റോറി തന്നെ ഉണ്ട്. മറ്റേ ഈസ്റ്റ് ജർമ്മനി വെസ്റ്റ് ജർമ്മനി ആയിട്ട് മാറിയ സമയത്ത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തീരത്തില്ല. ഓക്കെ ഓക്കെ. പിന്നെ ഇവർക്ക് പല ടൈപ്പ് കളർ വരുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് ടാനും ഈ കളറിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു. സേബിൾ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ നേരത്തെ ഒരു DDR ചെയ്തിട്ടുണ്ട്. അട്ടപ്പാടിയിൽ പോയ വീഡിയോ ചെയ്ത സമയത്ത്. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് സേബിൾ ആയിരുന്നു. ഓക്കെ. പിന്നെ ഇപ്പൊ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ്. അത് ഫുൾ ബ്ലാക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഏവൽ ബ്രോഡയിലേ ഉള്ളതെന്ന് തോന്നുന്നു. ഇപ്പൊ ഫുൾ ബ്ലാക്കിൽ ഇട്ട് ഇറങ്ങിയേക്കുന്നതെന്ന് തോന്നുന്നു. ഓക്കെ. ഇവരുടെ ഫാദറും ബ്ലാക്ക് തന്നെയാണ്. ഗ്രാൻഡ് ഫാദറും ബ്ലാക്ക് ആണ്. ഇവരുടെ ഗ്രാൻഡ് മദർ ബൈ കളർ അല്ലേ? ഓക്കെ. അപ്പൊ ലൈൻസ് ഫുള്ള് നോക്കിയിട്ടാണ് കൊണ്ട് മീറ്റിംഗ് എടുത്തത്. ഈ ഏരിയയിൽ അവിടെ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു, വേറെ ഒന്നും ഇല്ല. അത് ഇച്ചിരി ഹ്യൂജ് ആണല്ലേ? ഓക്കെ ഓക്കെ. ഹ്യൂജ് മെയിൽ ആണ്. അപ്പം ഇച്ചിരി ടെമ്പറും കാര്യങ്ങളൊക്കെയാണ്. പുള്ളി കടിക്കാൻ പറഞ്ഞാൽ കടിക്കും, അങ്ങനെ ടൈപ്പാണ്. ഓക്കെ. അപ്പൊ നമ്മൾ വേറെ സസ്പെൻസ് ആക്കുന്നില്ല. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇതാണ് ഫാദർ ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്ലാക്ക് കളറിൽ ഹ്യൂജ് ആയിട്ടുള്ള വക്കിലൈൻ ജർമ്മൻ ഷെപ്പേർഡ് ആണ്. അപ്പോൾ ഇവൻ്റെ ലൈൻസും കാര്യങ്ങളെല്ലാം അവൻ്റെ ഓണറായിട്ടുള്ള നമ്മുടെ ജിതിൻ ബ്രോ പറയും. അതിന് മുന്നേ ജിതിൻ ബ്രോ സ്വന്തമായിട്ടൊന്ന് പരിചയപ്പെടുത്തും. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഹരിപ്പാടാണ്. ബ്രോയുടെ സ്ഥലം ഹരിപ്പാടാണ്. അപ്പോൾ നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് ഇവനെ പരിചയപ്പെടുത്താനായിട്ട് നമ്മളിനി വന്നേക്കുകയാണ്. ഓക്കെ. അപ്പോൾ ബ്രോ പറഞ്ഞോ. നമസ്കാരം, എൻ്റെ പേര് ജിതിൻ എന്നാണ്. ഞാൻ എൻ്റെ സ്വദേശം ഹരിപ്പാടാണ്. ഇതെൻ്റെ വർക്കിംഗ് ലൈൻ വരുന്ന ഒരു ജർമ്മൻ ഷെപ്പേർഡ് ബ്ലാക്ക് ഡോഗ് ആണ്. ഓക്കെ. നമ്മുടെ ഇപ്പോഴത്തെ ലിറ്ററിലെ ഫാദറാണ്. അപ്പോൾ ഇവന്റെ ലൈൻസ് ഒക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? ഇവൻ വരുന്നത് സമുറായി എന്ന് പറയും. നമ്മുടെ നോർത്തിലെയൊക്കെ സുനിത മാമിന്റെ അല്ലേ? അതെ, സുനിത മാമിന്റെ PSI ചാമ്പ്യൻ ആണ് ഡോഗ്. ഓക്കെ ഓക്കെ. കുഞ്ഞാണ് ഇവന് കേരളത്തിലെ ഏക കുഞ്ഞാണ്. ഇപ്പം സമുറായ ലൈനിൽ വരുന്ന ഏക കുഞ്ഞ്, വേറെ ഇല്ല. ഭയങ്കര ഹ്യൂജ് ആണ്. പിന്നെ അതുപോലെ ലവബിൾ ആണ് കേട്ടാ. ഭയങ്കര ഇച്ചിരി കുരുത്തക്കേടാണല്ലോ. ഒരു സമയം അടങ്ങിയിരിക്കത്തില്ല അല്ലേ? ആളുടെ ബോഡി ഇച്ചിരി ലീനാണ് കേട്ടോ. അങ്ങനെ ആക്കി വെച്ചേക്കാണ് അല്ലേ? ഇപ്പൊ കുറച്ച് 1.5 വയസ്സായതേ ഉള്ളൂ. 1.5 വയസ്സായതേ ഉള്ളൂ. ഭയങ്കര ഹ്യൂജ് ആണ്. നിങ്ങൾക്ക് അത്ര ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയത്തില്ല. എന്റെ കൂടി ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ഹ്യൂജ് ആണ്. കാരണം നമ്മൾ നോർമൽ സാധാരണ ജർമ്മൻ ഷെപ്പേർഡിനെ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇതിപ്പോൾ ഭയങ്കര ഹ്യൂജ് ആണ്. എന്റെ തലയ്ക്ക് മേളിൽ ഞാൻ കുനിഞ്ഞിരിക്കുന്നതല്ലാതെ ഉയർന്നിരുന്ന് കഴിഞ്ഞാൽ എന്റെ തലയ്ക്ക് മേളിൽ ഹൈറ്റ് ഇവന്റെ വരുന്നുണ്ട്. 69 ഉണ്ട് ഹൈറ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ. ഇത് ലൈനിൽ നോർമലി വരുന്നതാണോ വർക്കിംഗ് ലൈൻ ജർമ്മൻ ഷെപ്പേർഡ്? അല്ല, വർക്കിംഗ് ലൈന് DDR ലൈനിലാണെങ്കിൽ കൂടുതൽ DDR ലൈൻ കയറുന്നതിനാണ് കൂടുതൽ ഹ്യൂജ് സൈസ് വരുന്നത്. ചെക്ക് ലൈനൊക്കെ ഇത്രയും സൈസ് വരാറില്ല. അനാട്ടമി വരുന്നുണ്ട്. അതെ അതെ, അനാട്ടമി വരുന്നുണ്ട്. ഇതിപ്പം DDR നമുക്കിപ്പോ പറയാൻ പറ്റത്തില്ല. ഇപ്പൊ എല്ലാ ലൈൻസ് DDR ഇപ്പൊ നിലവിൽ ഇല്ലെന്ന് പറയാം. ലൈൻസ് എല്ലാം DDR അങ്ങനെ വേണമെങ്കിൽ പറയാം. അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. സമുറായിക്ക് കുറച്ചുകൂടെ ബൾക്കി ഹെയർ ഉണ്ട്. ഇത്രയും ഹൈറ്റ് ഇല്ല. പക്ഷെ സമുറായിക്ക് ഹൈറ്റ് വരുന്നില്ല. ഇപ്പൊ എന്താണ് ആ ലൈൻ തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം? ലൈൻ മെയിൻ ആയിട്ട് ആ ഡോഗ് ആണ് മെയിൻ ആയിട്ട്. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതെ അതെ. സുനിത മാമിനെ ഞാൻ ഓൾറെഡി നേരത്തെ ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പൊ അന്നേരം ലിറ്റർ ഒന്നും ആ സമയത്തില്ലായിരുന്നു. പിന്നെ അവര് എപ്പോഴും ഈ പറയുന്ന പോലെ ലിറ്റർ എടുക്കുന്നില്ല. വല്ലപ്പോഴും ഉള്ള ഇതേ ഉള്ളൂ. അത്രയും ലൈൻസിലുള്ള ഫീമെയിൽസ് വരുവാണെങ്കിൽ മാത്രം അവര് എടുക്കത്തുള്ളൂ. ആള് ഒരു സമയം അടങ്ങിയിരിക്കത്തില്ല. ഭയങ്കര ഇതാണ്. കടിക്കും ഇല്ലയോ? ഉറപ്പായിട്ടും. അപ്പൊ നമുക്ക് ലാസ്റ്റ്
പറഞ്ഞാൽ കഴിക്കും. നമുക്ക് ലാസ്റ്റ് ഭാഗം ഒന്ന് നോക്കാം കടിക്കോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്, എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ പിന്നെ ഒരു ഒബ്ജക്റ്റ് ഭയങ്കര ഫയർ ആണ്. പിന്നെ അവൻ എന്തൊക്കെ നല്ല ഫോക്കസ് ആണ്, വർക്ക് ചെയ്യും അത്യാവശ്യം നല്ലതായിട്ട്. ഒരുവിധം വർക്ക് ചെയ്യും. നമ്മൾ ഒരുപാട് അങ്ങനെ വർക്ക് ചെയ്യിച്ച് നമ്മൾ അങ്ങനെ കോമ്പറ്റീഷൻ ലെവലൊന്നും ചെയ്തിട്ടില്ലെങ്കിലും എന്നാലും അത്യാവശ്യം നമ്മളൊരു ഇഷ്ടത്തിന് എടുത്ത സാധനം നമ്മൾ ആ ഒരു രീതിയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഗാഡി അടിപൊളിയായിട്ട്. ഇവന്റെ സ്റ്റഡ് ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കിയോ അതോ എങ്ങനെയാണ്? നമ്മൾ സ്റ്റഡ് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ, കാരണം 1.5 വയസ്സായതേ ഉള്ളൂ. നമ്മൾ KCLൊക്കെ ആകണമെങ്കിൽ ഇങ്ങനെ പോയാലും 2 വയസ്സ് പേപ്പർ വേണം, പ്രായം അത്രയും വേണം. ഇപ്പം എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ശരിക്കും എന്ത് പർപ്പസിനായിരുന്നു ഇവനെ എടുത്തത്? പിന്നെ മെയിൻ ആയിട്ട് ഞാൻ എന്റെ ഗാർഡിങ് പർപ്പസ് ആണ് മെയിൻ ആയിട്ട്. അപ്പൊ നമുക്ക് നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ ഇപ്പൊ നമുക്ക് ജർമ്മൻ ഷെപ്പേർഡ് ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ ഷോ ലൈൻ കിട്ടും. അപ്പൊ ഞാൻ നോക്കുമ്പം നമുക്ക് കുറച്ചുകൂടെ നല്ല ഗാർഡിങ് വേണം. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് അസുഖങ്ങൾ കുറഞ്ഞുള്ള ഡോഗ്സിനെ വേണം. അതിനാണ് മെയിൻ ആയിട്ട്. പക്ഷെ ജർമ്മൻ ഷെപ്പേർഡ് തന്നെ വേണം, അതിൽ അസുഖങ്ങൾ കുറഞ്ഞ വേണം, ഗാർഡിങ്ങും വേണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡിസ്പ്ലേഷ്യ പോലുള്ള അസുഖങ്ങളൊന്നും വരാനും പാടില്ല. അപ്പൊ അങ്ങനെ വർക്കിൽ ലൈൻ തന്നെയാണ് നല്ലത്. നല്ലൊരു എമൗണ്ട് കൊടുത്ത് ഇവനെ കൊണ്ടുവന്ന് വെയിറ്റ് ചെയ്തെടുത്താണല്ലേ? ഓക്കെ ഓക്കെ. കറക്റ്റ് ലൊക്കേഷൻ ഹരിപ്പാട് എവിടെയാണ്? ഹരിപ്പാട് കുമാരപുരം എന്ന് പറയും. കുമാരപുരം. അതല്ല ഇപ്പം ശരിക്കും എന്താ ചെയ്യുന്നത്? ഞാൻ എനിക്ക് പെറ്റ് ഷോപ്പ് ഉണ്ട്. പ്രത്യേകിച്ച് ബീഫാണ് മെയിൻ ആയിട്ട്, റോ മീറ്റ് ആണ് വർക്ക് ചെയ്യുന്ന ഡോഗ്സിന്. ഇവനല്ലാതെ ഇപ്പൊ എത്ര ഡോഗ് വേറെ ഉണ്ട്? ഇവനല്ലാതെ എനിക്കൊരു 3 ഡോഗ്സ് ഉണ്ട്. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഒരു നമ്മുടെ എവൽ ബ്രോഡ് സ്റ്റഡ് പപ്പി എടുത്തിട്ടുണ്ടല്ലോ? ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ കൂടെ തന്നെ അത് കാണിച്ചു പോവാം. അതിന്റെ ഷോട്ടുകൾ കൂടെ കാണിച്ചു. പ്രത്യേകം നമ്മൾ കാണിക്കില്ല, കാരണം ഇതിന്റെ കൂടെ കാണിക്കാൻ പറ്റില്ല, കാരണം ആളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പപ്പിയെ തന്നെ ഓൾറെഡി നമുക്ക് കുറച്ചുകൂടി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവന്റെ സ്റ്റഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെയായിരിക്കും? ഇപ്പം നമ്മുടെ നാട്ടിൽ വർക്കില്ലായും ജർമ്മൻ ഷെപ്പേർഡ് ബ്രീഡ് ചെയ്യുന്ന ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇപ്പം സ്റ്റഡ് ഓപ്പൺ ആയിട്ട് അറിഞ്ഞിട്ട് അങ്ങനെ വരുന്നവർക്കാണെങ്കിൽ എങ്ങനെ നമ്മുടെ കണ്ടീഷനൊക്കെ എങ്ങനെയായിരിക്കും? പപ്പി കണ്ടീഷൻ ആണോ? കണ്ടീഷൻ അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. ക്യാഷ് മീറ്റിംഗ് തന്നെയാണ് ചെയ്യാൻ താല്പര്യമുള്ളത്. നമ്മളങ്ങനെ എല്ലാ മീറ്റിംഗ് എടുക്കാനും താല്പര്യപ്പെടുന്നില്ല. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് കാണുമ്പോൾ ദഹിക്കണമെന്നും ഇല്ല അല്ലേ? ഇവര് അങ്ങനെ ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെ ലീൻ ടൈപ്പ് ആണ്? ലീൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ അവരൊരു അവന് ഏജ് ആയിട്ടില്ല, സൈസായി വരാനുള്ള ഏജ് ആയിട്ടില്ല. അല്ല, നമ്മുടെ നാട്ടിലെ ആൾക്കാർ ചോദിക്കും, ഇപ്പൊ വീഡിയോ കാണുന്നത് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല, അവർ ചോദിക്കും ഇത് ജർമ്മൻ ഷെപ്പേർഡ് ആണോ എന്ന് അവർ ചോദിക്കും. ഹെയർ പറയുന്ന പോലെ ഷോർട്ട് ഹെയർ ആണ്, പിന്നെ സ്ട്രക്ചർ മാത്രമേ ഇവർക്ക് കൂടുതലും വരുത്തുള്ളൂ. ഓക്കെ ഓക്കെ. പിന്നെ ഈ കളർ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡാർക്ക് സേബിൾ ഉണ്ട്, ഫുൾ ബ്ലാക്ക് ഉണ്ട്, ബൈ കളർ ഉണ്ട്, അങ്ങനെ കുറെ കളർ. പിന്നെ അതുപോലെ തന്നെ നോർമൽ ബ്ലാക്ക് ആൻഡ് കളറും കൂടുതൽ വരുന്നുണ്ട്. കളറിലല്ല കാര്യം, ലൈൻസ് നമ്മൾ നോക്കി എടുക്കാന്നുള്ളതാണ്. കളർ നോക്കി സെലക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സേബിൾ കുറെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കൂടുതൽ. രണ്ടുമാണ് കൂടുതലും. ഈ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ആണ്, രണ്ടും ബ്ലാക്ക് ആണ്. അതുകൊണ്ട് പപ്പീസ് പോലെ ബ്ലാക്ക് പപ്പീസ് ആണ്. നമ്മൾ പപ്പീസിനെ കാണിച്ചായിരുന്നു. ഓക്കെ ഓക്കെ. പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടോ? അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ മുന്നായിട്ട് ഇവന്റെ അടുത്ത് ഇപ്പം നമ്മുടെ ജിംബോ അറ്റാക്ക് ചെയ്യാൻ ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ എന്താ ചെയ്യുന്നത്, ഇവന്റെ റിയാക്ഷൻ എന്താ നമുക്കൊന്ന് കാണിച്ചിട്ട് അതിന്റെ കൂടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് നോക്കാം. ഓക്കെ. Good boy, good boy, good boy, good boy, good boy, good boy, good boy.